ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹാഡ് ടു ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നാം ഹാഡ് ടു ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞുപോയ കടപ്പാട് അല്ലെങ്കിൽ ചുമതല എന്നിവയൊക്കെ കാണിക്കുവാൻ വേണ്ടി നമുക്ക് ഹാഡ് ടു ഉപയോഗിക്കണം. സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റിനോടൊപ്പം നമുക്ക് ഹാഡ് ടു ഉപയോഗിക്കാം. നാം പറയാറില്ലേ, ഇന്ന സ്ഥലത്ത് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, എനിക്കൊരാളെ കാണേണ്ടതുണ്ടായിരുന്നു, എനിക്ക് ആ കാര്യം അറിയിക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയേണ്ടുന്ന സന്ദർഭങ്ങളിലാണ് നാം ഹാഡ് ടു ഉപയോഗിച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്നലെ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. I had to go there yesterday. I had to go there yesterday. എനിക്ക് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു. I had to take him to the hospital. I had to take him to the hospital. മനസ്സിലായില്ലേ? നമുക്ക് കൂടുതൽ സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. എന്താ, നിങ്ങൾ റെഡിയല്ലേ? എന്നാൽ നമുക്ക് പോകാം സെന്റൻസുകളിലൂടെ. എനിക്ക് മീറ്റിങ്ങിനായി നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു. I had to get up early for the meeting. I had to get up early for the meeting. പുറത്തു പോകുന്നതിന് മുമ്പ് അവൾക്ക് ഗൃഹപാഠം പൂർത്തിയാക്കേണ്ടതായിരുന്നു. She had to finish her homework before going out. She had to finish her homework before going out. അവർക്ക് അവരുടെ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. They had to cancel their trip. They had to cancel their trip. കളിക്കുന്ന സമയത്ത് അവർക്ക് കളിപ്പാട്ടങ്ങൾ പങ്കിടേണ്ടി വന്നു. They had to share the toys at play time. They had to share the toys at play time. കളിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കൈ കഴുകേണ്ടി വന്നു. We had to wash our hands after playing. We had to wash our hands after playing. ഓടുന്നതിന് മുമ്പ് അവൾക്ക് ഷൂസ് കെട്ടേണ്ടതുണ്ടായിരുന്നു. She had to tie her shoes before running. She had to tie her shoes before running. മഞ്ഞിൽ കളിക്കാൻ അവൾക്ക് ഗ്ലൗസ് ധരിക്കേണ്ടി വന്നു. She had to wear gloves to play in the snow. She had to wear gloves to play in the snow. I had to go. എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. I had to go. എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. I had to see. എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു. I had to see. എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു. I had to show. എനിക്ക് കാണിക്കണമായിരുന്നു. I had to show. എനിക്ക് കാണിക്കണമായിരുന്നു. I had to ask. എനിക്ക് ചോദിക്കണമായിരുന്നു. I had to ask. എനിക്ക് ചോദിക്കണമായിരുന്നു. I had to talk. എനിക്ക് സംസാരിക്കണമായിരുന്നു. I had to talk. എനിക്ക് സംസാരിക്കണമായിരുന്നു. I had to say. എനിക്ക് പറയണമായിരുന്നു. I had to say. എനിക്ക് പറയണമായിരുന്നു. I had to visit. എനിക്ക് സന്ദർശിക്കണമായിരുന്നു. I had to visit. എനിക്ക് സന്ദർശിക്കണമായിരുന്നു. അവന് കുറേ നേരം കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. He had to wait for a long time. He had to wait for a long time. ഇനി എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. I didn't have to go there. I didn't have to go there. എനിക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല. I didn't have to go there. നിനക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നോ? അതെങ്ങനെ ചോദിക്കാം? Did you have to go there? Did you have to go there? നിനക്ക് അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ലേ? അതെങ്ങനെ പറയാം? Didn't you have to go there? Didn't you have to go there? എങ്ങനെയുണ്ട്? ഈസി അല്ലേ? നമുക്ക് കുറച്ച് സെന്റൻസുകളും കൂടെ നോക്കാം. അതിനു മുമ്പായിട്ട് ഡേ ടു ഡേ ഇംഗ്ലീഷിലൂടെയുള്ള ആദ്യത്തെ വീഡിയോസ് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ പ്രയോഗങ്ങളും, അതായത് ആശയങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നന്നായി ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ. ദിവസവും അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതിനായിട്ട് മാറ്റിവെക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. തന്നിരിക്കുന്ന ആശയങ്ങൾ ഉപയോഗിച്ച് പുതിയ സെന്റൻസുകളും ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകളോട് നോക്കാം. അവന് അവന്റെ പഠനം നിർത്തേണ്ടതുണ്ടായിരുന്നു. He had to discontinue his studies. He had to discontinue his studies. നിനക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു. Did you have to work hard? Did you have to work hard?
എനിക്ക് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു റിസീവ് ഹിം ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. അവന് എവിടെയും പോകേണ്ടതുണ്ടായിരുന്നില്ല. He didn't have to go anywhere. He didn't have to go anywhere. അവൾക്ക് ആരെയും ക്ഷണിക്കേണ്ടതുണ്ടായിരുന്നില്ല. She didn't have to invite anybody. She didn't have to invite anybody. നിനക്ക് എന്ത് തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു? What decision did you have to take? What decision did you have to take? നിനക്ക് എവിടെ പോകേണ്ടതുണ്ടായിരുന്നു? Where did you have to go? Where did you have to go? നിനക്ക് എപ്പോൾ അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു? When did you have to reach there? When did you have to reach there? നിനക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടായിരുന്നു? What did you have to do? What did you have to do? പോകുന്ന വഴിക്ക് എനിക്ക് എന്റെ ഒരു കൂട്ടുകാരനെ സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു. I had to visit a friend on the way. I had to visit a friend on the way. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ മറക്കാതെ ചെയ്യണേ. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. I am finishing this video here today. Stay well and keep learning English with us. May God bless you.